ഒരാൾ നിങ്ങളോട് ചോദിച്ചാണ് നിങ്ങൾ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഉഷാറോടെ നെഞ്ചും വിരിച്ച് പറയാൻ വയ്ക്കണം. ഒരാളെ പറ്റിച്ചിട്ട് 5 പൈസ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? മാഡത്തിനിട്ട് ഒരു ജിമ്മിന് വന്നത്. അപ്പോൾ ഒരു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് രാവിലെ വണ്ടി ഇങ്ങനെ കഴുകുമ്പോഴേ ഒരു കാക്ക വന്ന് കാണ്ട് എന്നോട് പറഞ്ഞത്, എത്ര ചങ്ങായി പൊരി വെയിലത്ത് ഒരു 9 കഴിക്കണം, നല്ല വെയിൽ ഉദിച്ചു വരുന്ന സമയമാണ്, വെയിലുണ്ട് അത്യാവശ്യം. അപ്പോൾ എന്നോട് ചോദിച്ച്, പിന്നെ എത്ര ചങ്ങായി എനിക്ക് പെരെ നാട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു. മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചതാണ്. മൂപ്പരൊരു ബൂഫി എടുത്തുന്ന ആളാണ്. മൂപ്പർക്ക് ചോദിച്ചാലുള്ളതുണ്ട്. കാരണം എന്താ വെച്ചാൽ മൂപ്പര് 2 മാസം കൂടുമ്പോൾ നാട്ടിൽ പോവും, മൂപ്പര് ഫാമിലീനെ കൊണ്ടുപോകും. അങ്ങനെ ഇങ്ങനെ കൂടായിട്ട് മൂപ്പര് വലിയ സെറ്റപ്പിലാണ്. നാട്ടിൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ്, കുറേ സ്ഥലങ്ങൾ മേടിച്ചിട്ടുണ്ട് പറഞ്ഞ്, അങ്ങനെ മൂപ്പര് ഭയങ്കര സെറ്റപ്പിലാണ്. അപ്പോൾ മൂപ്പർക്ക് നമ്മളോട് ചോദിച്ചുകൂടാ, മൂപ്പർക്ക് നമ്മളെ കഥ അറിയില്ലല്ലോ. അപ്പോൾ മൂപ്പരമാതിരി സെറ്റപ്പ് ആയാലോ എന്ന് ഞാനും ആലോചിച്ച്. അപ്പോൾ മൂപ്പര് ചെയ്യണ മാതിരി ചെയ്ത് കാണും സെറ്റപ്പ് ആയാലോ എന്ന് ഞാൻ ആലോചിച്ച്. അപ്പോൾ മൂപ്പര് ചെയ്യണത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിരുന്ന, മൂപ്പർക്കൊരു ബൂഫിയാണ്. അപ്പോൾ ഈ ബൂഫിയിൽ മുട്ടപ്പൊറാട്ട, അതേപോലെ സാൻഡ്വിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കോഴിമുട്ടൻ്റെ ആംപ്ലേറ്റ് ഉണ്ടാക്കിയാണ് അതിൻ്റെ മേലെ പൊറാട്ട വെച്ചിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ ഈ ബൾക്കായി കണ്ട് കോഴിമുട്ട ഇറക്കും. എക്സ്പയർ ആയ കോഴിമുട്ട, പൊട്ടിയ കോഴിമുട്ട, ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്ത് കാണാണ് ഈ പരിപാടി. ഒരു മനുഷ്യനൊരു കടയൊക്കെ വന്ന് കണ്ട് ഒരു ഫുഡ് മേടിച്ചുമ്പോൾ ആ ഫുഡിന് പൈസ തരുമ്പോൾ ആ തന്ന പൈസക്കുള്ള മുതൽ കൊടുക്കണം. അതാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേണം. ഖിയാർ, അതായത് കുക്കുംബർ, തക്കാളി, മറ്റേ മറിച്ചതൊക്കെ വേണം. അപ്പം ഞാൻ പണ്ട് എൻ്റെ റൂമിൽ എലി വന്നപ്പോൾ എലിനെ പിടിച്ചാൻ വേണ്ടിയിട്ട് എലിക്കണിയിൽ എലിപ്പെട്ടി ഉണ്ടല്ലോ, അതിൽ വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി വാങ്ങാൻ ബഗാലിക്ക് പോയപ്പോൾ ബഗാലിയത്തെ കാക്ക എന്നോട് പറഞ്ഞ്, ഞാൻ പെട്ടിയിൽ നിന്ന് തക്കാളി എടുത്തു പറഞ്ഞു. ഒരു പെട്ടിയിൽ കുറേ പിന്നെ പഴയ തക്കാളി വെച്ചിരിക്കണം. അപ്പോൾ അതിന് ഞാൻ ചെറിയ തക്കാളി എടുക്കാണ്ട് കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കണം, ഓരോ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ചങ്ങായി വന്നുകാണ്ട് ആ പെട്ടിയിൽ നിന്ന് തക്കാളി തിരഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ മറച്ചുപിടിച്ച് കാണാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, മൂപ്പരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ മൂപ്പര ഇന്നൊരു 2-3 കിലോ തക്കാളി എടുത്ത് കണ്ട് പോയി. അന്ന് കിലോന് 8 റിയാലാണ് തക്കാളിക്ക്. ഇയാൾ കിലോ 100 റിയാൽ വെച്ച് കണ്ടാണ് തക്കാളി എടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കൂടെ തക്കാളിൻ്റെ നിലവാരം അത്രയും കാരണം. അതേപോലെ ആ തക്കാളി, അതുപോലെ ചുക്കിച്ചുളിഞ്ഞ ഖിയാർ, പിന്നെ ഇതൊക്കെ മൂപ്പര് കൊണ്ടുപോവുക. എന്നിട്ട് അതൊക്കെ വെട്ടി നുറുക്കിക്കാണ്ടാണ് ഈ ആൾക്കാർക്ക് 3 റിയാലും 4 റിയാലും മേടിച്ച് കാണാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടാണ് മൂപ്പര് നാട്ടിൽ ബിൽഡിങ്ങും നാട്ടിൽ മറ്റവും മറിച്ചതൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ ചോദിച്ചറിഞ്ഞിരിക്കണം, മൂപ്പര് ഉണ്ടാക്കണ മാതിരി പൈസ ഉണ്ടാക്കിക്കാണ്ട് ഇപ്പോൾ തൽക്കാലം എനിക്ക് ഫാമിലീനും കൊണ്ടുവരണ്ട, നാട്ടിലും പോകണ്ട, പൈസ ഉണ്ടാക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. ഇപ്പോൾ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ATM കാർഡ് യൂസ് ചെയ്ത് കണ്ടാണ് പിന്നെ വണ്ടിയിൽ എണ്ണ അടിക്കൽ. ഈ എണ്ണ എപ്പോഴാണ് അടിക്കൽ, എപ്പോഴാണ് കഴിഞ്ഞിക്കണോ, വണ്ടിയിൽ എണ്ണ ഉണ്ടോ എന്ന് ഇതുവരെ എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസമായിട്ടും എന്നോട് ഒരാളും ചോദിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പണിയെടുക്കുന്ന പരിയത്ത് ഞാൻ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞാൽ അടിച്ചും എത്രയും അടിച്ചിക്കണ വെച്ചാൽ അത് വിട്ടെടുക്കും. നിൽക്കുവാണെങ്കിൽ 80 റിയാലിന് അടിച്ചിട്ട് 100 റിയാലിന് അടിച്ചെന്ന് പറഞ്ഞ് കണ്ട് 100 റിയാൽ മേടിച്ച് 20 റിയാൽ ലാഭമായി. പല രീതിക്ക് നമുക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. ഞാൻ വല്ലാഹിനെ നെഞ്ഞത്ത് തൊട്ട് സത്യം ചെയ്ത് കണ്ട് പറയുന്നത്, ഞാനിതുവരെ 1 റിയാൽ എക്സ്ട്രാ ഞാൻ പിന്നെ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സത്യം പറയാമല്ലോ, ഞാൻ അത്ര വലിയ നല്ല ആളൊന്നുമല്ല. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്, അതായത് നമ്മളൊരു റിയാൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1 റുപ്യ ഉണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചുകാണ്ട് ഉണ്ടാക്കരുത്. അത് നിലനിൽക്കില്ല. അത് പല രീതിയിലും പല ഹോസ്പിറ്റൽ കേസായിട്ടും മറ്റായിട്ടും മറിച്ചായിട്ടൊക്കെ പോകും. ഇപ്പം എനിക്ക് തന്നെ അനുഭവമുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. അതായത് ഞാൻ റൊട്ടിൻ്റെ ബിസിനസ് ചെയ്തതിനൊരു കാര്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ കുബൂസിൻ്റെ ബിസിനസ് ചെയ്തപ്പോൾ ഈ ഒരു ദിവസം 3 വട്ടമാണ് ട്രിപ്പ് ഉണ്ടാവുക. കടകൾക്ക് കൊണ്ടുപോയി വെക്കേണ്ടത്. ഒന്ന് സുബീൻ്റെ മുന്നേ, ഒന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി ആ സമയത്ത്, അതിൻ്റെ മുമ്പ് ഒരു 11 മണി ആ സമയത്ത്, പിന്നെ ഒന്ന് മാരിബിൻ്റെ സമയത്ത്, ഇങ്ങനെ 3 സമയത്ത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് കമ്പനിയിൽ നിന്ന് കുബൂസ് കിട്ടാൻ നേരം വെക്കുക, അല്ലെങ്കിൽ വണ്ടി പഞ്ചറാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ കുറേ കടകളുള്ളതല്ലേ, അപ്പോൾ വേഗം വെച്ചുകാണ്ട് പോരും. അപ്പോൾ ചിലപ്പോൾ 10 അല്ലെങ്കിൽ 20 വെക്കണോടത്ത് ചിലപ്പം 18 ആയിക്കാരം. വൈകുന്നേരം പിന്നെ 3ാമത്തെ ട്രിപ്പിലാണ് നമ്മൾ പൈസ വാങ്ങുക. അപ്പോൾ ആ സമയത്ത് ചിലപ്പം കണക്ക് കൂട്ടുമ്പോൾ ആണ്ടും കണ്ടൊക്കെ തെറ്റൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ആ കമ്പനിയിലത്തെ മാനേജറോട് തന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പണി ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല, കണക്കുകളൊന്നും ശരിയല്ല, ആണ്ടാണ് കണ്ടാണ്.
അപ്പോൾ ഞാനിതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സെയിൽസ് ഈ പരിപാടി ചെയ്യുന്ന കമ്പനിയുടെ മറ്റുള്ളവർക്കൊക്കെ ഈ ഒരു വിഷയം വരുന്നുണ്ട്. ചിലവർ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നുണ്ട്, ചിലവർ നോർമെയിൻ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ചുളി കൂടെ എങ്ങനെയും പൈസ ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ച്. പക്ഷേ അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല, ഞാൻ വെറുതെ ആലോചിച്ചതാണ്. അങ്ങനെ ഞാൻ ഒരിക്കലും ഉണ്ടാക്കില്ല. ഞാൻ പ്രതിജ്ഞ എടുത്ത കാര്യം പൈസ ഇല്ലെങ്കിൽ ഇല്ലാതെ നടക്കുക, അത്ര തന്നെ ഉള്ളൂ. റിയാൽ മറ്റുള്ളവരെ പറ്റിച്ചുകാണ്ട് ഒരിക്കലും ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ നിലനിൽക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പലപ്പോഴും അങ്ങനെ ചെയ്യണവരുണ്ടാവും. ഈ വീഡിയോ കാണുന്നത് വരെയെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ മറ്റേ ചങ്ങനെ സംബന്ധിച്ച് ഒരാൾ പിന്നെ രാവിലെ ഒരു ഫുഡിന് വരുമ്പോൾ ആൾ വരുന്നത് എന്താ, പെരയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ലാഞ്ഞിട്ട് ഈ കാര്യം, ചിലപ്പോൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ട് ഈ കാര്യം. അപ്പോൾ ഈ വരുമ്പോൾ എത്ര റിയാലെന്ന് ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് മേടിച്ചുമ്പോൾ ആ കണക്ക് പറഞ്ഞ ഇതിനുള്ള സാധനം കൊടുക്കണം. നല്ല സാധനം കൊടുക്കണം. ഇയാളെ മക്കൾക്ക് അങ്ങനത്തെ ഫുഡും കാര്യങ്ങളും കൊടുക്കുമോ? പഴയ തക്കാളിയും പഴയ മറ്റവും മറിച്ചു വിട്ട് കണ്ടില്ലല്ലോ. അതേപോലെ തന്നെയുള്ള മറ്റുള്ളവർ മനുഷ്യന്മാരല്ലേ. അപ്പോൾ എന്നിട്ടാണ് മൂപ്പര് അങ്ങനെ വലിയ സംഭവം കാര്യങ്ങളും പൈസ ഒക്കെ ഉണ്ടാക്കിക്കാണ് മൂപ്പര് നമ്മൾ കുറഞ്ഞ പൈസക്ക് പണിയെടുക്കുന്ന ആളാണ് എന്നുള്ളൊരു ഇതിന് സംസാരിക്കുന്നത് നമ്മളോട്. അപ്പോൾ മൂപ്പരോട് എനിക്ക് മറ്റുള്ള വൈരാഗ്യം കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ഷേ അങ്ങനത്തെ ഒരാളെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയണത്, പൊതുവെ ഇങ്ങനെ ചെയ്യണ പലവരും ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ഒരു 5 പൈസ ഉണ്ടാക്കാതിരിക്കുക. ഒരാൾ നിങ്ങളോട് ചോദിച്ചാണ് നിങ്ങൾ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഉഷാറോടെ നെഞ്ചും വിരിച്ച് പറയാൻ വയ്ക്കണം. ഒരാളെ പറ്റിച്ചിട്ട് 5 പൈസ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഉള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരാളെ പറ്റിച്ചിട്ട് ഒരു 5 പൈസ, ഒരാൾക്ക് 5 പൈസ കടം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ചിട്ട് 5 പൈസ ഉണ്ടാക്കി ചെയ്തിട്ടില്ല നിങ്ങൾക്ക് മാന്യമായിട്ട് പറയാൻ വയ്ക്കണം. മാന്യമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലോ ഇവിടെ ഫാമിലിനെ കൊണ്ടുപോയി നാട്ടിൽ ബിൽഡിംഗ് ഉണ്ടാക്കുക, മറ്റേ മറിച്ചത് എന്നും ചെയ്തോളി. അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ മുതലാളി ഇട്ടി നടന്നേക്കാണ്ടും ആൾക്കാരെ പറ്റിച്ച പൈസ കൊണ്ട് മുതലാളി ഇട്ടി നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കുറേ ദിവസമായി ഞാൻ പറയണമെന്ന് വിചാരിക്കണം. അപ്പം ഇങ്ങനെ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. എന്നൊക്കെ സംബന്ധിച്ച് ഒരുപാട് പൈസ എനിക്ക് ഉണ്ടാക്കാം, സത്യം പറയാലോ. അപ്പം ഞാൻ തന്നെ ഇതിൽ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഞാൻ എന്തെങ്കിലും സാധനം വേണമെന്ന് മാഡം വിളിച്ചുകൊണ്ട് ഇന്ന സാധനം വേണമെന്ന് വാട്സപ്പിൽ പറയും, അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ട് പറയും. ഞാൻ ആ സാധനം മേടിച്ചുകൊണ്ട് കൊണ്ടുപോകും. ചിലപ്പോൾ 300 റിയാൽ 400 റിയാൽ അതിൻ്റെ മേലെ പല പൈസേൻ്റെ റേറ്റിന് സാധനങ്ങൾ പലതുണ്ടാവും. ഒക്കെ ചെറിയ ചെറിയ സാധനങ്ങളേക്കാരം. എനിക്ക് ഓരോന്നിനും 1 റിയാൽ വെച്ച് കണ്ട് കൂട്ടിയിട്ടാൽ തന്നെ ഓരോ ബില്ല് ചോദിച്ചില്ല, ഞാൻ കൊടുക്കലുമില്ല. സത്യം പറയാലോ. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വിട്ടുതരാം. ഞാൻ എല്ലാ കാര്യങ്ങളും വന്നിട്ട് ഇങ്ങനെ മാസാവസാനം അല്ലെങ്കിൽ എനിക്ക് പൈസക്ക് ആവശ്യം ഉണ്ടാകുമ്പോഴാണ് വിട്ടുകൊടുക്കലാണ്. ആ സ്പോട്ടിൽ എനിക്ക് ഇങ്ങനെ മെസ്സേജ് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വിട്ടുതരും ചെയ്യും. ഞാൻ വല്ലാഹി പടച്ച റബ്ബാണ് സത്യം, ഇന്നേ വരെ അറിഞ്ഞുകാണ്ട് 1 റിയാൽ എക്സ്ട്രാ ഞാൻ കൂട്ടി ചെയ്തിട്ടില്ല. കാരണം 1 റിയാൽ കൂട്ടി ചെയ്താൽ ഒരു 10 റിയാൽ അല്ലെങ്കിൽ ഒരു 20 റിയാൽ ഇതൊക്കെ നമുക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അത് ഇത് കഴിയും. പക്ഷേ നമ്മളാ ചെയ്ത കാര്യം ഉണ്ടല്ലോ, അത് ലോകാവസാനം വരെ അവിടെ കിടക്കും. പഠിച്ചതിന് മുമ്പിൽ എത്തണോളം അവിടെ ഉണ്ടാവും അത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും വലിയ നല്ല ആളായിട്ടൊന്നല്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് വിചാരിച്ചാൽ ചെയ്യാതിരിക്കാൻ പറ്റും. അതിൽ പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ, താങ്ക് യു.